ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വയനാട് മുത്തങ്ങ വഴി ഗുണ്ടൽപേട്ടൊക്കെ ഒന്ന് പോയി തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. ചെറിയൊരു ട്രിപ്പ്. ഞാനും ഹസ്ബൻഡും മോളും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല കേട്ടോ. രാവിലെ ഇങ്ങനെ ജസ്റ്റ് എണീച്ചപ്പോൾ എന്നും വീട്ടിൽ തന്നെ ഇരുന്നപ്പോൾ ഒരു ചടപ്പ്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമ്മളൊന്ന് പുറത്തൊക്കെ ഒന്ന് പോയി വന്നാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ് കേട്ടോ. തലേന്ന് പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് അന്ന് എണീച്ചപ്പം പ്ലാൻ ചെയ്തു ഇറങ്ങി, അത്രേ ഉള്ളൂ. ബാക്കിൽ കാണുന്നത് ഇവളുടെ ഓരോ സാധനങ്ങളാണ് കേട്ടോ. ആദ്യം ഞങ്ങൾ രണ്ടുപേരാകുമ്പോൾ ജസ്റ്റ് അവിടെ ഇറങ്ങിയാൽ മതി, വേറൊരു സാധനവും കയ്യിൽ എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇവളായതുകൊണ്ട് എല്ലാ സാധനങ്ങളും കയ്യിൽ വെച്ചുകൊണ്ട് വേണം ഇറങ്ങാൻ. അവളുടെ ഡ്രസ്സായാലും പാമ്പേഴ്സായാലും ഫീഡ് ചെയ്യുന്ന സംഭവങ്ങളായാലും ഒക്കെ വേണം. ഇപ്പം അങ്ങനെയാണ് കേട്ടോ ഇറങ്ങാറുള്ളത്. അപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ ടൗണിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വീട് വന്നിട്ട് കോഴിക്കോട് ജില്ലയിൽ മുക്കം ഭാഗത്താണ് കേട്ടോ. ഇത് മുക്കം കറുത്തപറമ്പ് ഭാഗമാണ്. കറുത്തപറമ്പിലാണ് ഞങ്ങളുടെ വീടുള്ളത്. അപ്പോൾ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ജസ്റ്റ് ഒരു ഷോട്ട് എടുത്തു. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് തിരുവമ്പാടി, കോടഞ്ചേരി, കൈതപ്പൊയിൽ, അടിവാര, അങ്ങനെ ആ റൂട്ട് വഴിയാണ് ഞങ്ങൾ വയനാട്ടിലോട്ട് പോയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയിട്ടുള്ള ഓരോ ഭാഗത്തുള്ള ഓരോരോ ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയത്. അങ്ങനെ ഞങ്ങൾ അടിവാരത്തെത്തിയിട്ടുണ്ട്. അടിവാരത്തെത്തി അവിടുന്ന് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ബ്ലോക്കോ കാര്യങ്ങളോ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇങ്ങോട്ടാണെങ്കിലും ബ്ലോക്ക് കിട്ടിയിട്ടില്ല. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ചെറിയൊരു മരത്തിൻ്റെ ഒക്കെ ഒരു വണ്ടി ഉണ്ടാവുമല്ലോ, ആ ഒരു ലോഡ് വണ്ടി വന്നപ്പോൾ ചെറിയൊരു ബ്ലോക്ക്, അത്രേ ഉള്ളൂ. അത് ഒഴിഞ്ഞപ്പോൾ ബ്ലോക്ക് കഴിഞ്ഞ് ഞങ്ങൾ സിമ്പിളായിട്ട് തന്നെ പോന്നു. എന്താ വെച്ചാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു സ്കൂളൊക്കെ തുറന്നതുകൊണ്ട് കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയല്ലോ. അപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ കഴിഞ്ഞ് ടൂറടിയൊക്കെ എല്ലാവരും കഴിഞ്ഞ് സ്കൂളിലൊക്കെ പോയി ആ ഒരു ടൈമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ബ്ലോക്ക് ഞങ്ങൾക്ക് അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ പോയ ടൈം ശരിയായതുകൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചുരം കയറിക്കൊണ്ടിരിക്കുക. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചുരം കയറുന്ന വിഷ്വൽസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. ഞങ്ങൾ ചുരത്തിൽ എവിടെയും ഇറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഇറങ്ങാറുണ്ട്. ഈ പ്രാവശ്യം അങ്ങനെ ഇറങ്ങിയിട്ടില്ല. ഒരേ പോക്ക് മുത്തങ്ങ വരെ പോകണമല്ലോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 12-12:30 മണിയായിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചുരത്തിലൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഒരേ പോക്ക് ഇങ്ങനെ പോവുമായിരുന്നു. ഇനി ചുരത്തിലുള്ള കുറച്ച് വിഷ്വൽസുകളൊക്കെ നിങ്ങൾ കണ്ടോളൂ. ഞാൻ വീഡിയോ കുറച്ചൊന്ന് ഫാസ്റ്റാക്കാം, ചെറിയൊരു മ്യൂസിക് ആഡ് ചെയ്യാം, എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. അങ്ങനെ ചുരമൊക്കെ കയറി ഈ ഒരു സ്പോട്ട് എത്തിയപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ടുണ്ടായിനി കേട്ടോ. ആദ്യം ഞാൻ പറഞ്ഞു നിർത്തിയിട്ടില്ല എന്ന്, വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇവിടെ നിർത്തി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ ഒരു സ്പോട്ട് എത്തിയപ്പോൾ നിർത്തി. അപ്പോൾ അതാ ആ കാണുന്നതാണ് കേട്ടോ നോളജ് സിറ്റി. നമ്മൾ സൂം ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു ക്ലാരിറ്റിയിൽ കാണുന്ന വിഷ്വലേ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. കാരണം ഫോണിൻ്റെ ക്ലാരിറ്റി അറിയാലോ. നമ്മൾ സാധാ ചെറിയൊരു യൂട്യൂബറാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫോൺ വെച്ചിട്ടാണ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. ഇൻഷാ അല്ലാ ക്യാഷൊക്കെ കാര്യങ്ങളൊക്കെ വരികയെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടുന്ന് ചുരം കയറി കുറച്ച് ഇങ്ങോട്ടേക്ക് പോന്നു. അപ്പോൾ ഇവിടെ കണ്ടു പാലട മുളയരി പായസം കേട്ടോ. ഇതുവരെ ഞാൻ കുടിച്ച് നോക്കിയിട്ടില്ല ഈ ഒരു ഐറ്റം. എനിക്കങ്ങനെ പായസത്തോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ് കേട്ടോ. സേമിയം കുടിക്കും, അതുപോലെ അരിപ്പായസവും. വേറൊരു പായസം അങ്ങനെ ഞാൻ കുടിച്ചിട്ടില്ല, എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇതൊന്ന് ട്രൈ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കാറിലിട്ട് ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു അവരോട്. അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചു കുടിക്കുകയാണ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിനി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിനി. നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കി ഇതുവരെ കുടിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങൾ ആസ്വദിച്ച് അവിടെ ഇങ്ങനെ ഇരുന്ന് കുടിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പായസമൊക്കെ കുടിച്ച് കുറച്ചും കൂടെ ലോങ് ഇങ്ങോട്ടൊക്കെ പോന്നിട്ട് ഈ ഒരു ജംഗ്ഷനിൽ നിന്നാണ് ഞങ്ങൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരു ബോർഡ് കണ്ടില്ലേ, മൈസൂരിലേക്ക് ഇങ്ങോട്ടേക്ക്, ഊട്ടി അങ്ങോട്ടേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ മോള് നല്ല ഉറക്കമാണ്. ഈ ഉറങ്ങുന്ന സമയത്താണ് ഞങ്ങൾ ചായ കുടിക്കാറുള്ളത്, എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഓൾ ആകെ അലമ്പാക്കും.
വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വന്നുകൊണ്ട് വിശക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. കാറിലാണ് ഇരുന്ന് ചായയും കാര്യങ്ങളൊക്കെ കുടിക്കുന്നത്. പുറത്തിറങ്ങിയിട്ട് കുടിക്കൽ ടാസ്ക്കാണ്. അപ്പോൾ ഇങ്ങനെ കുടിക്കും. പിന്നെ പാല് പാർന്ന ചായയും അതുപോലെ ഈ ഒരു കടി കേട്ടോ. ഇത് റവ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കടിയാണ്. ഇത് എന്താണെന്ന് എനിക്ക് പറയാനറിയില്ല. ഏതായാലും റവയും നമ്മളെ ഉണ്ടംപൊരി ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ മാതിരിയുണ്ട്. എങ്ങനെയല്ലേ നിങ്ങൾ പറയാൻ എനിക്കറിയില്ല. ഇവിടെ കായപ്പം എന്ന് പറയും, കായപ്പം. കായപ്പത്തിൻ്റെ ഒക്കെ ഒരു മാതിരി ഉണ്ട്, പക്ഷെ അത് റവനെ കൊണ്ട് ഉണ്ടാക്കിയ പോലെ ഉണ്ട്. ഏതായാലും ഞങ്ങൾ അതൊക്കെ കുടിച്ചിട്ട് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഉറങ്ങിപ്പോയിട്ടുള്ള ആൾ ഇതാ അവിടെ എണീച്ച് നല്ല കളിയിലാണ് കേട്ടോ. ഉറങ്ങി എണീച്ചപ്പോൾ ആളൊന്ന് ഉഷാറായി. കയറിയ സമയത്ത് ചെറിയൊരു ചെണുങ്ങലുണ്ടായിരുന്നു. ഒക്കെ ഉറക്കവും കാര്യങ്ങളൊക്കെ ഒന്നും ശരിയാവാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നമായിരുന്നു കേട്ടോ. പിന്നെ ഒക്കെ ഒന്ന് ഉറങ്ങിയപ്പോൾ റെഡിയായി. ഒക്കെ ഇങ്ങനെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വീട്ടിൽ ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഓളും ഞാനും ഇക്കായും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ വേറെ വീടാണല്ലോ താമസമുള്ളത്, വേറെ ആരുമില്ല, ഉമ്മയും ഉപ്പയൊന്നുമില്ല. എന്നപ്പോൾ പിന്നെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഓളെല്ലാ ഭാഗവും ഇങ്ങനെ കാണിച്ച് യാത്ര ചെയ്യലാണ് ഇപ്പോൾ ഞങ്ങളെ പണി. കാരണം ആൾക്കാരൊക്കെ ഒന്ന് കണ്ട് പരിചയമാവണമല്ലോ. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഫോറസ്റ്റിൻ്റെ കുറച്ച് മുമ്പായിട്ട്, മുത്തങ്ങ ഫോറസ്റ്റിൻ്റെ ഒക്കെ മുമ്പായിട്ട് ഇങ്ങനെ കുറച്ച് മാനുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് തന്നെ ഒരു കൂട്ടം മാനുകളെയാണ് കണ്ടത്. ഫസ്റ്റ് ടൈം ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ പുല്ലും കാര്യങ്ങളൊന്നും അധികം ഉണ്ടായിരുന്നില്ല. വേനലിന് വന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഫുള്ളിങ്ങനെ ഉണങ്ങി പിടിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ മാനിനെയും അങ്ങനെയൊന്നും മൃഗങ്ങളൊന്നും അധികം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ മഴൻ്റെ സീസൺ ആയതുകൊണ്ട് നല്ല നല്ല പുല്ലുകളൊക്കെ മുളച്ച് നല്ല പച്ചപ്പ് പോലെയാണല്ലോ ഉള്ളത്. അതുകൊണ്ട് ഇവരൊക്കെ ഇങ്ങനെ റോഡ് സൈഡിലോട്ടേക്ക് വരും ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു കൂട്ടം മാനുകളെ ആദ്യം തന്നെ കാണാനായിട്ട് പറ്റി. നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റിൻ്റെ ആ ഒരു കുറച്ച് മുമ്പായിട്ടാണ് ഈ ഒരു മാനുകളെ കണ്ടത് കേട്ടോ. നമ്മൾ അങ്ങോട്ടേക്ക് എൻ്റർ ആവുന്നതിന് മുമ്പെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അവിടേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു ഫീ ഉണ്ട്. 20 രൂപയാണ് ഫീ ഉണ്ടാവുക. അതുപോലെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്ന സമയത്തും 20 രൂപയുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു ഫീ കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തിയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫീ ഒക്കെ കൊടുത്ത് അങ്ങനെ യാത്ര ചെയ്ത് പോവുകയാണ്. അപ്പോൾ വീഡിയോ കുറച്ചൊന്ന് ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. വേറെ ഒരു മൃഗത്തെയും ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ കണ്ടിട്ടില്ല. കാട്ടിലൊരു കാക്കനെ കണ്ട്, അത് ഞങ്ങൾ വേഗം ഒന്ന് ഷൂട്ട് ചെയ്തെടുത്തു. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ കാണാറില്ലല്ലോ, അത് ജസ്റ്റ് അങ്ങനെ എടുത്തതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്ത് ഞങ്ങൾ ഒരു കലമാനിനെ കണ്ടിട്ടുണ്ടായിരുന്നു, കൊമ്പൊക്കെ ഉള്ള. അന്നപ്പോൾ അത് പെട്ടെന്ന് മറഞ്ഞു, കാണാനായിട്ട് പറ്റിയില്ല. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പിന്നെ മാനിനല്ലാതെ വേറെ ഒന്നും ഞങ്ങൾ കണ്ടില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ യാത്ര ചെയ്ത് ഗുണ്ടൽപേട്ട ഭാഗത്തോട്ട് എത്തി കേട്ടോ. ഇവിടേക്ക് ഫുള്ള് കൃഷിയാണ്, അപ്പുറം ഇപ്പുറമൊക്കെ ഫുള്ള് കൃഷിയാണല്ലോ. ഇവിടെ ഒന്നും മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ ചെറിയൊരു പാറ്റിൽ കിട്ടി കേരള ബോർഡർ വരെ. അതിനുശേഷം പിന്നെ മഴയൊന്നുമില്ല കേട്ടോ. അവിടെ എത്തിയപ്പോൾ ഫുൾ വെയിലാണ്. സൂര്യകാന്തി തോട്ടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഞങ്ങൾ ഇറങ്ങി ഫോട്ടോ ഒന്നും എടുക്കാൻ നിന്നില്ല. വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ടേക്ക് പോന്നു. ഇവിടെ മാവിൻ്റെ ഒരു തോട്ടമുണ്ട് കേട്ടോ. മുമ്പ് ഒരു പ്രാവശ്യം ഞങ്ങൾ വന്ന സമയത്ത് ഈ മാവിൻ്റെ തോട്ടത്തിൽ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള മാങ്ങ നമുക്ക് ടേസ്റ്റ് ചെയ്ത് ഒക്കെ നോക്കിയിട്ട് വാങ്ങാൻ പറ്റും. അങ്ങനെ ഇവിടെ റോഡ് സൈഡിൽ അവരുടെ മാങ്ങ വിൽക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഉള്ളിലോട്ട് പോയില്ല, കുട്ടനെയും കൊണ്ട് പോകാൻ കഴിയൂലല്ലോ. അപ്പോൾ പിന്നെ റോഡ് സൈഡിൽ മെല്ലെ നിർത്തിയിട്ട് ഇക്ക പോയിട്ട് മാങ്ങ പോയിട്ട് വാങ്ങിയിട്ടോ. 300 രൂപയ്ക്ക് അത്യാവശ്യം നല്ല മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്ലിപ്പ് ഞാൻ എടുക്കാൻ വിട്ടു, അതുകൊണ്ട് അത് ഇതിൽ ആഡ് ആയിട്ടില്ല കേട്ടോ. അത്യാവശ്യം നല്ല മാങ്ങ ഉണ്ടായിരുന്നു, കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മോക്ക് വേണ്ടിയിട്ട് കുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവാണ്. അവിടെ ആ മാങ്ങ വാങ്ങാനായിട്ട് നിർത്തിയില്ലേ, അവിടെ തന്നെ ഞങ്ങൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് സൈഡാക്കിയിട്ട് ഞങ്ങൾ ഇതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു ഗ്യാസ് സ്റ്റൗ ഉണ്ട്. ഓൺലൈനിന്നല്ല, ഞങ്ങളുടെ ഓഫ്ലൈനായിട്ട് ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചായിരുന്നു. അതിനുള്ള ആ ഒരു ഗ്യാസ് ഉണ്ടല്ലോ, അതിൻ്റെ ബ്യൂട്ടൈൻ ഗ്യാസ്, അതും കൂടെ ഫിറ്റ് ചെയ്തിട്ട് ചെറിയൊരു പാത്രം എടുത്തു. അങ്ങനെ അടുപ്പത്തേക്ക് വെച്ച് ആദ്യം ഞങ്ങൾ വെച്ച സമയത്ത് നല്ല കാറ്റാണ് കേട്ടോ. കാറ്റുകൊണ്ട് അത് കത്തുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കാറ്റിലെ ദിശ നോക്കിയിട്ട് കാറ് വീണ്ടും തിരിച്ചു വെച്ച് പാർക്ക് ചെയ്തു. അപ്പം അത്യാവശ്യം അങ്ങനെ കത്തിയിട്ടോ. പിന്നെ ഞങ്ങൾ വെള്ളമൊക്കെ ഒഴിച്ച് അമൃതപ്പൊടിയാണ് ഞാൻ ഓക്ക് കൊടുക്കാനായിട്ട് എളുപ്പം. ഇപ്പം അതാണല്ലോ, മറ്റതൊക്കെ പിന്നെ മിക്സിയിലിട്ടൊക്കെ ഒന്ന് അടിച്ച് സെറ്റാക്കൊക്കെ വേണമല്ലോ. അതുകൊണ്ട് ഞാൻ അമൃതപ്പൊടി എടുത്തു, നഴ്സറിയിൽ നിന്ന് കിട്ടുന്നതാണ്.
അങ്ങനെ ഞാൻ ഇക്കാണ് ഉണ്ടാക്കുന്നത്, ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്, കുട്ടിയും എൻ്റെ കയ്യിലുണ്ട്. ഓളപ്പോൾ എണീച്ചിരിക്കല്ലേ, അപ്പോൾ പിന്നെ കാറിലിരുത്തിയിട്ട് പോരാനും പറ്റില്ലല്ലോ. ഓൾക്കിപ്പോൾ 8 മാസമാണ് ആയത്. അപ്പോൾ ഉരുണ്ട് വീഴുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാണ്. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് അമൃതപ്പൊടി ഇട്ടു. പിന്നെ പനങ്കൽക്കണ്ടാണ് ഞാൻ ഓക്ക് കൊടുക്കുന്നത്. പഞ്ചസാര ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. വെള്ളക്കൽക്കണ്ടും അല്ല, പനങ്കൽക്കണ്ടാണ്. അപ്പോൾ അതാണ് നല്ലത് കുട്ടികൾക്കെന്ന് കേട്ടു. അങ്ങനെ ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അമൃതപ്പൊടിയിൽ മധുരം ഉണ്ടാവും, പക്ഷെ നമ്മൾ വെള്ളമൊക്കെ യൂസ് ചെയ്യുന്ന കാരണം ആ ഒരു മധുരം കിട്ടുന്നില്ല അങ്ങോട്ട്. അതുകൊണ്ടാണ് ഞാൻ പനക്കൽക്കണ്ട് ഇടുന്നത്. കുറച്ച് ഇട്ടാൽ തീരെ മധുരമില്ല, അപ്പോൾ കുറച്ചധികം ഇട്ടാൽ തന്നെയാണ് മധുരമുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ അത്ര ഇട്ടത്. ഒക്കെ പാകമുള്ള മധുരം തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് വൈബാക്കി ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജസ്റ്റ് പെട്ടെന്ന് ആവുകയും ചെയ്യും കേട്ടോ, കുറുക്കല്ലേ, അമൃതപ്പൊടി പെട്ടെന്നാവും. പിന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സെറ്റാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ അമൃതപ്പൊടി ഇതാ അവിടെ റെഡി ആയിന്. ഈ ഒരു ലൂസ് നിങ്ങൾ നോക്കണ്ട, അത് ചൂടാറുന്ന സമയത്ത് ഒക്കെ പാകമായിട്ടുള്ള ആ ഒരു ഇത് കിട്ടും കേട്ടോ. ഓള് നല്ല സന്തോഷത്തിലാണ് കേട്ടോ. റോഡ് സൈഡിൽ നിർത്തി ഇങ്ങനെ കുക്കിങ് കാര്യങ്ങളൊക്കെ ആയി, നല്ല കാറ്റുമുണ്ട്, ചൂടൊന്നും എടുക്കില്ലല്ലോ. അപ്പോൾ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ഓക്ക് ഫുഡ് കൊടുക്കാനുള്ള ആ ഒരു ഓളുടെ ബോട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഫുഡ് കൊടുത്ത് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇക്ക പുറത്തിറങ്ങിയിട്ട് എല്ലാ ഭാഗമൊക്കെ ഒന്നിങ്ങനെ ഷൂട്ട് ചെയ്യാണ്. അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് ഇവരുടെ ആ മാവ് തോട്ടമാണ് കേട്ടോ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വെച്ചിട്ടാണ് ഇവർ ഈ മാങ്ങ ഒക്കെ വിൽക്കുന്നത്. ഒരു 1-2 പേരൊന്നല്ല ഉള്ളത് കേട്ടോ, കുറച്ചധികം പേരുണ്ട് അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട്. നല്ല മധുരമുള്ള മാങ്ങ കേട്ടോ. ഞങ്ങൾ കൂടുതലും മല്ലിക എന്ന് പറഞ്ഞിട്ടുള്ള മാങ്ങയാണ് വാങ്ങൽ. അത് നല്ല മധുരമാണ്. അപ്പോൾ ഞങ്ങൾ ഓക്ക് ഫുഡൊക്കെ കൊടുത്ത് ഓളെ ഒരു 2-3 കുപ്പി വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, വലിയ 2 ലിറ്ററിൻ്റെ ഒക്കെ. അപ്പോൾ അത് വെച്ചിട്ട് മേലൊക്കെ ആയിണ്ടേനി. അങ്ങനെ ഡ്രസ്സൊക്കെ കഴിച്ച് അവിടെ നിന്ന് മേലൊക്കെ ഒന്ന് കഴുകി വേറെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഓക്ക് ഫുഡൊക്കെ കൊടുത്ത് നേരെ ഗുണ്ടൽപേട്ട അവിടെ തന്നെ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് തിരിച്ചു പോന്നു. അവിടെ നിന്ന് ഒരു ചായയും അതുപോലെ നുറുക്ക് അതും കഴിച്ചു. വേറെ കടിയൊന്നും വേണ്ട വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ അത് മാത്രം കഴിച്ചിട്ടോ. ഇക്ക പുറത്തുനിന്ന് കഴിച്ചു, ഞാൻ കാറിൽ കഴിച്ചു. ഓള് നല്ല കളിയിലേനി കാറിന്ന്. അപ്പോൾ പിന്നെ അങ്ങനെ കഴിച്ചു. പിന്നെ പോണ പോക്കിൽ ഇങ്ങനെ സൂര്യകാന്തികളും അങ്ങനെയൊക്കെ കണ്ടു. അപ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേങ്കിൽ ഇവൾ ചൊറയാക്കോ വിചാരിച്ചിട്ട് പിന്നെ ഇറങ്ങിയില്ല. ജസ്റ്റ് ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ കണ്ടു പോന്നു. ഇവിടെയാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള അടുത്ത ഫീ കൊടുക്കേണ്ട സ്ഥലം. അങ്ങനെ അവിടെയും ഞങ്ങൾ ഒരു 20 രൂപ കൊടുത്തു. അങ്ങനെ വീണ്ടും മുത്തങ്ങയിലോട്ട് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പോരുന്ന പോക്കിലാണ് ഞങ്ങൾ കാട്ടുപോത്ത് എന്ന് പറയുന്ന കാട്ടിയാണ് ഇവരെ പറയുക. നമ്മൾ കാട്ടുപോത്ത് എന്നൊക്കെയാണ് പറയല്, പക്ഷെ കാട്ടിയാണ് കേട്ടോ ഇവരെ പേര്. അങ്ങനെ ഒരു കൂട്ടം കാട്ടികളുണ്ടേനി. അതുകൊണ്ട് ഒരു വൈകുന്നേരം സമയമാണല്ലോ, ഒരു ഇരുട്ടാവാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കൂട്ടം കാട്ടികളെ കണ്ടു. അതന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒന്നിനും കണ്ടില്ല. അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് എല്ലാ മൃഗങ്ങളെയും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു കൂട്ടം തന്നെ ഉണ്ടായിനി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോന്നു. പിന്നെ കുറച്ച് ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ ആനനെ കണ്ടു കേട്ടോ. ആനനെ റോഡ് സൈഡിലാണ് ആന ഉണ്ടായിരുന്നത്. അങ്ങോട്ടേക്ക് തിരിഞ്ഞ് നിൽക്കുന്ന കാരണം ഞങ്ങൾ പെട്ടെന്ന് വണ്ടി എടുത്തു. ഇപ്പുറത്തെയും ഒരു ആന ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അധികം ഷൂട്ട് ചെയ്യാൻ നിന്നില്ല. അങ്ങനെ ഓരോ മൃഗങ്ങളെ കാണുമ്പോൾ ഓരോന്നിങ്ങനെ ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ ഇതാ ഇവിടെ ഒരു കൊമ്പനാന ഉണ്ടായിന് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അവസാനമായിട്ട് നമ്മൾ ഈ ഒരു കൊമ്പനാനേനെയും കണ്ടിട്ട് നമ്മൾ യാത്ര പോവാണ്, നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. ഞാനായിട്ടായതുകൊണ്ട് അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, കാരണം ഇരുട്ടായതുകൊണ്ട് കാണൂലല്ലോ. പിന്നെ നിർത്തിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഫൈനും കുടുങ്ങും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം.